ഇനി നമ്മൾ വാട്സപ്പ് പരമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും വിശേഷങ്ങളും വാട്സപ്പിലെ ടിപ്സുകളും ട്രിക്സുകളും അതുപോലെ തന്നെ വാട്സപ്പ് ഒഫീഷ്യലായി നൽകുന്ന അപ്ഡേറ്റിന് പുറമെ അഡീഷണൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന അപ്ഡേറ്റുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ് നമ്മുടെ ഈ ഒരു ലൈവ് മീഡിയ വ്ളോഗ് എന്നുള്ള ഈ ചാനലിലൂടെ ആയിരിക്കും നമ്മൾ ഇനി വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 10 ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ്. വാട്സപ്പിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം ടിപ്സുകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതും അത്തരത്തിലുള്ള വാട്സപ്പ് പരമായിട്ടുള്ള അപ്ഡേറ്റുകൾ തന്നെയാണ്. കാരണം നമ്മളെല്ലാവരും സ്വകാര്യത സൂക്ഷിക്കുന്നവരും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഈ ഒരു വാട്സപ്പ് എന്ന ആപ്ലിക്കേഷനാണ്. വാട്സപ്പിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന 10 ടിപ്സുകൾ നമുക്ക് ഓരോന്നും പരിശോധിക്കാം. നമ്മുടെ വാട്സപ്പിന്റെ സെറ്റിംഗ്സ് ഭാഗത്ത് നമ്മുടെ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും, പുതിയ ഈ അടുത്ത മാസങ്ങളിലായിട്ട് വന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമ്മുടെ ഈ ഒരു QR കോഡ്. നമ്മുടെ പേരിന് അവസാനമായി കാണുന്ന ഈ ഒരു QR കോഡ് പല സുഹൃത്തുക്കളും നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ കമന്റ് ബോക്സിൽ ചോദ്യങ്ങളുമായി വന്നിരുന്നു. ഇത് ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യാൻ സാധിക്കുമോ? ഈ ഒരു QR കോഡ് ഉപയോഗിച്ച് നമ്മുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ടോ? ഇതെന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ എന്നൊക്കെ പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു അപ്ഡേറ്റ് മികച്ചൊരു അപ്ഡേറ്റ് ആണ്. ഇത് നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്താൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഈ ഒരു QR കോഡ് ഇവിടെ കാണുന്ന അവരുടെ മൊബൈൽ ഇതുപോലെ ഓപ്പൺ ചെയ്ത് അവിടെ കാണുന്ന സ്കാൻ കോഡ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവരുടെ മൊബൈൽ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യാതെ വാട്സപ്പ് ഉപയോഗിക്കാൻ, അതായത് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ അയാൾക്ക് സാധിക്കും എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഈ ഒരു അപ്ഡേറ്റ് വളരെ മികച്ച അപ്ഡേറ്റ് ആണ്. നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഈ ഒരു QR കോഡിന്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു QR കോഡ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ മുകളിൽ കാണുന്ന ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് അയച്ചു കൊടുക്കുകയോ ചെയ്താൽ അവർക്ക് നിങ്ങളുടെ വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. അവരുടെ ഗാലറിയിലാണ് ഈ ഒരു സ്ക്രീൻഷോട്ട്, ഈ ഒരു QR കോഡിന്റെ സ്ക്രീൻഷോട്ട് ഉള്ളതെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ഗാലറി ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അവരുടെ മൊബൈൽ ഗാലറിയിൽ നിന്ന് ഈ ഒരു സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്തെടുത്തുകൊണ്ട് അവർക്ക് സ്കാൻ ചെയ്തെടുക്കാൻ സാധിക്കുന്ന ടിപ്സ് ആണ് ഈ വാട്സപ്പിൽ അടുത്ത കാലത്ത് വന്ന ഈ ഒരു അപ്ഡേറ്റ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടിപ്സ് ആണ് ഇപ്പോൾ പരിചയപ്പെടുത്തിയത്. ഇനി രണ്ടാമത്തെ ടിപ്സ് നമ്മൾ പരിശോധിക്കുന്നത്, നമ്മുടെ വാട്സപ്പിൽ നമ്മുടെ ഒരു സുഹൃത്തിന്റെ മൊബൈൽ നമ്പർ നമ്മുടെ കയ്യിലില്ല. പക്ഷെ അദ്ദേഹത്തിന് നമുക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ നമ്മുടെ മൊബൈൽ സേവ് ചെയ്യണം. പക്ഷെ ഇങ്ങനെ സേവ് ചെയ്യുന്നതിലൂടെ നമുക്ക് അദ്ദേഹത്തിന്റെ നമ്പർ തൽക്കാലത്തേക്ക് ആവശ്യമുള്ളൂ എങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു വാട്സപ്പ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ തന്നെ വാട്സപ്പ് പോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ വാട്സപ്പ് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൽ നിങ്ങൾ WA എന്ന് ടൈപ്പ് ചെയ്യുക, അതിന് ഡോട്ട് നൽകി ME എന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളൊരു സ്ലാഷ് നൽകി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ കോൺടാക്ട് നമ്പർ ഏതിലാണോ വാട്സപ്പുമായി കോൺടാക്ട് ചെയ്യുമെങ്കിൽ ആ ഒരു നമ്പർ ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ഒരു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പറിന്റെ കൺട്രി കോഡ് ടൈപ്പ് ചെയ്യണം. ഇപ്പൊ ഇന്ത്യയിൽ നിന്നായതുകൊണ്ട് 91 എന്ന് ടൈപ്പ് ചെയ്തു. സൗദിയിലുള്ള ഒരു നമ്പറിലേക്കാണെങ്കിൽ 966 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് 00 എന്നുള്ളത് ഒഴിവാക്കിയ ശേഷം നിങ്ങൾ ആ ഒരു മൊബൈൽ നമ്പറിൽ ആ ഒരു കോഡ് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ വാട്സപ്പിലേക്ക് മറ്റോ സെൻഡ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് അദ്ദേഹത്തിന്റെ വാട്സപ്പിലേക്ക് ഇപ്പോൾ പോകുന്ന പോലെ അദ്ദേഹത്തിന്റെ വാട്സപ്പിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ സേവ് ചെയ്യാതെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്ന ടിപ്സ് ആണ് രണ്ടാമതായി നമ്മൾ പരിശോധിച്ചത്. മൂന്നാമത്തെ ടിപ്സ് നമ്മൾ പരിശോധിക്കുന്നത്, നമ്മുടെ മൊബൈൽ ഫോണിൽ അധികമായിട്ട് സ്റ്റോറേജുകളൊക്കെ വരും. ഏറ്റവും കൂടുതൽ ആളുകളുടെ മൊബൈൽ ഫോണിന്റെ സ്റ്റോറേജ് പ്രശ്നം ഉണ്ടാകുന്നത് വാട്സപ്പിലൂടെയാണ്. കാരണം നിരവധി ഗ്രൂപ്പുകളാണ് ഓരോരുത്തരുടെയും വാട്സപ്പിൽ ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്ത് നിരവധി മെസ്സേജുകൾ, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് നിരവധി മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ ഓരോ ഫോട്ടോസും നമ്മുടെ ഗാലറിയെ പലപ്പോഴും നമുക്ക് സ്റ്റോറേജ് കൂട്ടുന്നതിന് കാരണമാകും. പക്ഷെ അത്തരം വ്യക്തികൾ ആരാണ്, അത്തരം ഗ്രൂപ്പുകൾ ഏതാണ് കണ്ടെത്തിക്കൊണ്ട് ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് കളയാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ വാട്സപ്പിന്റെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റിംഗ്സ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴെ ഭാഗത്ത് ഡാറ്റ ആൻഡ് സ്റ്റോറേജ് യൂസേജ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ യൂസേജ് എന്ന് കാണുന്ന ഭാഗത്ത് നെറ്റ്വർക്ക് യൂസേജ് എന്നും താഴെ ഭാഗത്ത് സ്റ്റോറേജ് യൂസേജ് എന്നുള്ള 2 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് സ്റ്റോറേജ് യൂസേജ് എന്നുള്ളത്
ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എനിക്ക് കാണാൻ സാധിക്കും എൻ്റെ മൊബൈൽ ഫോണിലുള്ള എൻ്റെ ഈ ഒരു വാട്സപ്പിലുള്ള ഗ്രൂപ്പുകളും വ്യക്തികളും എല്ലാം കാണാൻ സാധിക്കും. ഓരോ വ്യക്തികൾ എനിക്ക് അയച്ച മെസ്സേജിൻ്റെ സ്റ്റോറേജ് എനിക്ക് അവസാന ഭാഗത്ത് കാണാൻ സാധിക്കും. ഗ്രൂപ്പാണ്, ഗ്രൂപ്പിൻ്റെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏതൊരു വ്യക്തിയാണോ ഗ്രൂപ്പാണോ ഏറ്റവും കൂടുതൽ മെസ്സേജ് അയച്ചെങ്കിൽ ആ ഗ്രൂപ്പ് ഇതുപോലെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ വ്യക്തിയെ ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്ര ഫോട്ടോസ് അയച്ചിട്ടുണ്ട്, എത്ര വീഡിയോസ് അയച്ചിട്ടുണ്ട്, എത്ര ഓഡിയോസ് അയച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അറിയാൻ സാധിക്കും. കാണാൻ സാധിക്കും ഫോട്ടോസ് 84 ഫോട്ടോസ് അയച്ചിട്ടുണ്ട്. തുടർന്ന് നമുക്ക് ഇത് ക്ലിയർ ചെയ്ത് കളയുന്നതിന് വേണ്ടി താഴെ കാണുന്ന ഭാഗത്ത് ഫ്രീ അപ്പ് സ്പേസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഫോട്ടോസിന്റെ ഭാഗത്ത് അൺടിക്ക് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏതാണോ ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ അത് ടിക്ക് ചെയ്തുകൊണ്ട് താഴെ കാണുന്ന ഭാഗത്ത് ഡിലീറ്റ് ഐറ്റംസ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് ക്ലിയർ മെസ്സേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ മെസ്സേജും നിങ്ങൾക്ക് ഒരു ക്ലിക്കിൽ ക്ലിയർ ചെയ്യാൻ സാധിക്കുകയും നമുക്ക് ആ ഒരു ഗ്രൂപ്പിലൂടെ വന്നിട്ടുള്ള സ്റ്റോറേജ് നമുക്ക് ഫ്രീ ആക്കിയിടാൻ സാധിക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ 3ാമത്തെ ടിപ്സ്. 4ാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം. ചില ഗ്രൂപ്പുകളിൽ നിന്ന് ചില സുഹൃത്തുക്കളിൽ നിന്നൊക്കെ വരുന്ന മെസ്സേജുകൾ, ഫോട്ടോസുകൾ, വീഡിയോസുകളൊക്കെ നമ്മുടെ ഗാലറി സേവ് ആകേണ്ടതെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു ഫാമിലി ഗ്രൂപ്പുകളൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ, ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഫോട്ടോസൊക്കെ നിങ്ങളുടെ ഗാലറി വരുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങളുടെ സുഹൃത്തോ ആരെങ്കിലൊക്കെ എടുത്തു നോക്കുമ്പോൾ അത് നിങ്ങളുടെ ഗാലറിയിൽ ഉണ്ടായിരിക്കുമ്പോൾ അത് അവർ കാണാൻ കാരണമാകും. അതുകൊണ്ട് നിങ്ങൾക്ക് ഗാലറിയിൽ നിന്ന് അത്തരം ഫോട്ടോകളും വീഡിയോകളൊക്കെ മറച്ചു വെക്കുന്നതിന് വേണ്ടിയുള്ള ഓപ്ഷൻ അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഗ്രൂപ്പ് ആണെങ്കിൽ ഗ്രൂപ്പ് ഇതുപോലെ ക്ലിക്ക് ചെയ്യുക, വ്യക്തിയാണെങ്കിൽ വ്യക്തി ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ, ആ ഒരു പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. അതായത് വാട്സപ്പ് ഗ്രൂപ്പ് ആണെങ്കിൽ ഗ്രൂപ്പിന്റെ വ്യക്തിയുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് മീഡിയ വിസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണുന്ന ഭാഗത്ത് അവസാന ഭാഗത്ത് കാണുന്ന നോ എന്ന് ക്ലിക്ക് ചെയ്ത് ഓക്കെ നൽകി കൊടുക്കുക. ഇങ്ങനെ ഓക്കെ നൽകി കൊടുത്തു കഴിഞ്ഞാൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് വരുന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം ഗാലറി സേവ് ആകാതെ അത് നമുക്ക് മറച്ചു വെച്ച് തരും. അതായത് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലോ വ്യക്തിയുടെ പ്രൊഫൈലിലോ ക്ലിക്ക് ചെയ്തുകൊണ്ട് കാണാൻ സാധിക്കും. പക്ഷെ നിങ്ങളുടെ ഗാലറിയിലേക്ക് അത് സേവ് ആകില്ല. പക്ഷെ അത് എവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വാട്സപ്പിൽ ഇമേജ് ആണെങ്കിൽ ഇമേജ് ഓപ്പൺ ചെയ്ത് അതിൽ പ്രൈവറ്റ് എന്നൊരു ഫോൾഡർ കാണാൻ സാധിക്കും. അതിലായിരിക്കും ആ ഫോട്ടോസും വീഡിയോസും എല്ലാം സേവ് ആയി കിടക്കുക. ഇത് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആകുന്നില്ല എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ട്. പക്ഷെ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആകുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഗാലറി കാണുന്നില്ല എന്നതാണ്. അത് മൊബൈൽ സ്റ്റോറേജിലേക്ക് തന്നെയാണ് ഇത് സേവ് ആകുന്നത്, പക്ഷെ ഗാലറിയിൽ ഹൈഡായി കിടക്കുമെന്ന് മാത്രമേ ഉള്ളൂ. 5ാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റിംഗ്സ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് അക്കൗണ്ട് എന്ന് കാണുന്ന ഭാഗത്ത് പ്രൈവസി ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഗ്രൂപ്പ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ നമ്മൾ ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നതിന് നമുക്ക് ഇത് തടയാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവരുടെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അവർ അറിയാതെ പല ഗ്രൂപ്പുകളിലേക്ക് അവർ ആഡ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ആഡ് ചെയ്യുന്നത് നമുക്ക് തടഞ്ഞു വെക്കുന്നതിന് വേണ്ടിയുള്ള ഓപ്ഷനാണ്. എവരിവൺ എന്നാണ് നിങ്ങൾ സെറ്റ് ചെയ്തതെങ്കിൽ അത് ഓൾറെഡി എവരിവൺ എന്നായിരിക്കും. അതാണെങ്കിൽ നിങ്ങളെ മൊബൈൽ നമ്പർ ആർക്കും ഏത് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ കോൺടാക്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ കോൺടാക്ട് സേവ് ചെയ്തിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രം നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. കോൺടാക്ട് എന്നുള്ളത് സെലക്ട് ചെയ്ത് വെക്കുക. നമ്മുടെ കോൺടാക്റ്റിലുള്ള വ്യക്തികൾക്ക് മാത്രം, അതായത് നമ്മുടെ കോൺടാക്റ്റിലുള്ള വ്യക്തികൾ നമ്മൾ അറിയുന്ന വ്യക്തികളായിരിക്കും. അതുകൊണ്ട് അവർക്ക് മാത്രം അവർക്ക് താല്പര്യമുള്ള ഗ്രൂപ്പുകളിലേക്ക് നമ്മെ ആഡ് ചെയ്യാമെന്നുള്ളതാണ്. മറ്റു വ്യക്തികൾ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ് വരികയും ആ മെസ്സേജിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് ആ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് സ്ത്രീകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ അറിയാവുന്ന വ്യക്തികളല്ലാത്തവരെ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നത് തടയാൻ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം മൈ കോൺടാക്റ്റിലേക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കാണുന്ന ഡൺ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഗ്രൂപ്പുകളിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് തടയാൻ സാധിക്കുന്നതാണ്. 6ാമത് നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിലുള്ള നമ്മുടെ ഏതെങ്കിലും വ്യക്തികളുമായി ചാറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കത് നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു വെക്കണമെങ്കിൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കും. പക്ഷെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്മൾക്ക് വലിയ സ്ക്രീനൊക്കെ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരുപാട് ചാറ്റ് ലിസ്റ്റുകൾ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ നമുക്ക് സ്ക്രീൻഷോട്ട് ഓപ്ഷൻ മൊബൈൽ ഫോണുകൾ ഉണ്ടാകും. പക്ഷേ അത് അത്ര ക്ലാരിറ്റി കുറവായിരിക്കും, നമുക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാനൊന്നും സാധിക്കില്ല. പക്ഷെ അത്തരം സാഹചര്യത്തിൽ നമുക്ക് അത്തരം വ്യക്തികളുടെ ചാറ്റുകൾ സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ആ ഒരു വ്യക്തി ഇതുപോലെ ഓപ്പൺ ചെയ്യുക. മുകളിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് മോർ എന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ എക്സ്പോർട്ട് ചാറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വാട്സപ്പ്, അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ, ഗൂഗിൾ ഡ്രൈവ് കാണാൻ സാധിക്കും. നിങ്ങൾ അതിലേക്ക് നിങ്ങൾക്ക് ആ ഈ ഒരു ചാറ്റ് ലിസ്റ്റ് പൂർണ്ണമായിട്ട് സേവ് ചെയ്യാനോ നിങ്ങളുടെ മറ്റൊരു വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യാനോ ഒക്കെ
സാധിക്കുന്നതാണ്. അങ്ങനെ ഷെയർ ചെയ്തുകൊണ്ട് ആ വ്യക്തിയുടെ മുഴുവൻ ചാറ്റ് നമുക്ക് സൂക്ഷിച്ചു വെക്കാനൊക്കെ സാധിക്കുന്നതാണ്. 7ാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും പല മെസ്സേജുകളും സ്റ്റോറേജ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, നമ്മൾ ഏതെങ്കിലും ഒരു മെസ്സേജ്, ഒരു അക്കൗണ്ട് നമ്പറോ കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിൽ സേവ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടി നമ്മുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയൊക്കെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കും. പക്ഷേ അതിന് പകരം നമ്മുടെ തന്നെ ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് തന്നെ സേവ് ചെയ്ത് വെക്കാൻ, അതായത് സ്വന്തം നമ്പറിലേക്ക് തന്നെ അത് എങ്ങനെ സേവ് ചെയ്ത് വെക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങളുടെ ഏതെങ്കിലും വാട്സപ്പ് ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ക്ലിക്ക് ചെയ്ത ശേഷം നേരത്തെ പറഞ്ഞ പോലെ WA എന്ന് ടൈപ്പ് ചെയ്ത് ഡോട്ട് ക്ലിക്ക് ചെയ്ത് ME എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളൊരു സ്ലാഷ് നൽകി നിങ്ങൾ ഏത് നമ്പറാണോ നിങ്ങളുടെ സ്വന്തം നമ്പർ, നിങ്ങൾ ഉപയോഗിക്കുന്ന സ്വന്തം നമ്പർ ഏതാണോ അത് ഇതുപോലെ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത ശേഷം നിങ്ങൾ ആ ഒരു മൊബൈൽ നമ്പറിന്റെ കോഡ്, കൺട്രി കോഡ് ഇതുപോലെ ടൈപ്പ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ ആ നമ്പർ ഇതുപോലെ ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആദ്യം സെൻഡ് ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും നമ്പറിലേക്കോ വാട്സപ്പിലേക്കോ ഒക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ആ വാട്സപ്പ് ആര് കാണാൻ സാധിക്കുക. നിങ്ങൾ അതിലേക്ക് ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് സെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം നിങ്ങൾ ആ ഒരു നമ്പർ ഇതുപോലെ ലോങ് പ്രസ് പിടിച്ചുകൊണ്ട് ഏറ്റവും മുകളിൽ കാണുന്ന പിൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കൊണ്ടുപോയി വെക്കാൻ സാധിക്കും. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സപ്പിന്റെ നമ്പർ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ സ്വന്തം ഇതുപോലെ സേവ് ചെയ്ത് വെച്ചുകൊണ്ട് ഒരു ബുക്ക് മാർക്ക് ആക്കിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസുകൾ, അക്കൗണ്ട് നമ്പറുകൾ, നിങ്ങൾക്ക് എന്തെങ്കിലും സൂക്ഷിച്ച് വെക്കാനുള്ള പാസ്വേഡുകൾ, യൂസർ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ടൈപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. അങ്ങനെ സൂക്ഷിച്ചു വെക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സുഹൃത്തിൻ്റെയൊക്കെ അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ സ്വന്തം വാട്സപ്പ് നമ്പറിൽ തന്നെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഇതുപോലെ പിൻ ചെയ്ത് വെച്ച് ഏറ്റവും മുകളിൽ കൊണ്ടുപോയി വെച്ച് അതിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ സേവ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് 8ാമത്തെ ടിപ്സ് ആണ്. 8ാമത്തെ ടിപ്സ് പരിശോധിക്കുമ്പോൾ നമുക്ക് ഏറ്റവും മുകളിൽ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചാറ്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ താഴോട്ട് വരുമ്പോൾ ചാറ്റ് ബാക്കപ്പ് എന്നുള്ള ഒരു ഗ്രീൻ കളറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ വാട്സപ്പ് ദിവസവും നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന ലിസ്റ്റുകൾ നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാൻ സാധിക്കും. അങ്ങനെ ബാക്കപ്പ് ചെയ്ത് വെക്കുന്നതിലൂടെ നിങ്ങളുടെ വാട്സപ്പ് എപ്പോഴെങ്കിലും റിമൂവ് ചെയ്യപ്പെടുകയോ മറ്റൊരു ഫോണിലേക്ക് നിങ്ങളുടെ നമ്പറിലെ വാട്സപ്പ് മാറ്റുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതുവരെ ചാറ്റ് ചെയ്ത റിസൾട്ടുകളെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ ആ ഒരു വാട്സപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് വാട്സപ്പിന്റെ ബാക്കപ്പ് എന്ന ഓപ്ഷൻ. നമ്മളത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി താഴെ ഭാഗത്ത് ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ് എന്നുള്ളത് സാധാരണ നെവർ എന്നായിരിക്കും, നിങ്ങൾ ഡെയിലി എന്നാക്കുക. അതായത് ദിവസം ഇത് ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ദിവസവും ചെയ്യുന്ന വാട്സപ്പ് ചാറ്റ് ലിസ്റ്റുകൾ ഇത് ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ ചാറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താഴെ ഭാഗത്ത് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും താഴെ ഭാഗത്ത് നിങ്ങൾ ബാക്കപ്പ് ഓവർ എന്നുള്ളതിൽ വൈഫൈ ഓർ സെല്ലുലർ എന്നുള്ളത് നിങ്ങൾ വൈഫൈ ഓർ സെല്ലുലർ എന്നാക്കി കൊടുക്കുക. വൈഫൈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിൽ ഏറ്റവും മുകളിലുള്ള വൈഫൈ സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴെ ഭാഗത്ത് ഇൻക്ലൂഡ് വീഡിയോ എന്നുള്ളത്, അതായത് ബാക്കപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ വീഡിയോ അടക്കം ബാക്കപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അത് കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നിങ്ങൾ ഇതെല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ ബാക്കപ്പ് എന്നുള്ള ഗ്രീൻ കളറിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ മെസ്സേജുകളെല്ലാം ഈ വാട്സപ്പ് ബാക്കപ്പ് ചെയ്യും. ഇങ്ങനെ ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇതേ സമയത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത സമയത്ത് എല്ലാ ദിവസവും ഓട്ടോമാറ്റിക്കലി വാട്സപ്പ് ബാക്കപ്പ് ചെയ്യും. ബാക്കപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റൊരു മൊബൈലിലേക്ക് നിങ്ങളുടെ വാട്സപ്പ് മാറ്റുമ്പോൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഗീവ് പെർമിഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്ന ഇമെയിൽ അവിടെ നൽകുക. തുടർന്ന് റീസ്റ്റോർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയുള്ള നിങ്ങൾ ഈ വാട്സപ്പിൽ ചാറ്റ് ചെയ്ത മുഴുവൻ ഡീറ്റെയിൽസും ആ ഒരു മൊബൈൽ നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഫീച്ചറാണ്. വളരെ മികച്ചൊരു ഫീച്ചറാണ്. വാട്സപ്പ് ചാറ്റുകളൊക്കെ നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുന്ന ഫീച്ചറാണ് ഈ ഒരു വാട്സപ്പിന്റെ ബാക്കപ്പ് എന്ന ഫീച്ചർ. 9ാമതായി നമ്മൾ പരിശോധിക്കുന്നത് നോട്ടിഫിക്കേഷൻ ആണ്. വാട്സപ്പിന്റെ നോട്ടിഫിക്കേഷൻ ഭാഗത്ത് നമ്മൾ എത്തുമ്പോൾ, അതായത് നമ്മുടെ വാട്സപ്പിന്റെ സെറ്റിംഗ്സിൽ നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതുപോലെ ഡിസേബിൾ ആയിരിക്കും. നിങ്ങളത് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് മെസ്സേജിന് പ്രത്യേക ട്യൂണ് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. നോട്ടിഫിക്കേഷൻ ട്യൂൺ എന്നുള്ള ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ട്യൂൺ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വൈബ്രേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സെറ്റ് ചെയ്യാം. പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ അത് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇവിടെ ലൈറ്റ്, അതായത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ഏത് ലൈറ്റാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ സിഗ്നൽ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇവിടെ വൈറ്റ്, റെഡ്, യെല്ലോ, ഗ്രീൻ ഉള്ള കളേഴ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗ്രൂപ്പ് നോട്ടിഫിക്കേഷൻസ് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. 10ാമതായി നമ്മൾ പരിശോധിക്കുന്നത്, അതായത് നമ്മൾ പരിശോധിക്കുന്ന 10 വാട്സപ്പ് ടിപ്സുകൾ ഏറ്റവും അവസാനമായി നമ്മൾ പരിശോധിക്കുന്നത്
വാട്സപ്പിന്റെ ലാംഗ്വേജ് ആണ്. പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, അത് ചെറിയ ഇംഗ്ലീഷിനെ കുറിച്ച് കൂടുതൽ പരിജ്ഞാനമില്ലാത്ത ആളുകൾക്ക് നമ്മുടെ വാട്സപ്പിന്റെ ഈ ഒരു ഇംഗ്ലീഷിലുള്ള ടൈപ്പുകളെല്ലാം നമുക്ക് മലയാളത്തിലേക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതിന് നമ്മുടെ വാട്സപ്പിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തുകൊണ്ട് ഇവിടെ ചാറ്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ ഭാഗത്ത് ആപ്പ് ലാംഗ്വേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ലാംഗ്വേജുകൾ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും അവസാന ഭാഗത്ത് നിങ്ങൾക്ക് മലയാളം കാണാൻ സാധിക്കും. മലയാളം ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പിലുള്ള എല്ലാ ഫീച്ചറുകളും നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിച്ചു തുടങ്ങും. അങ്ങനെ വരുമ്പോൾ ഇംഗ്ലീഷിനെ കുറിച്ച് കൂടുതൽ അറിയാത്ത ആളുകൾക്ക് മലയാളത്തിൽ വാട്സപ്പിന്റെ ഫീച്ചറുകൾ തിരിച്ചറിയാനും അത് ഉപയോഗിക്കാനും സാധിക്കും. പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾക്ക്, നമ്മുടെ വീട്ടിലുള്ള മാതാപിതാക്കൾക്കൊക്കെ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്തരത്തിൽ മലയാളത്തിൽ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ വാട്സപ്പിൽ പരിചയപ്പെടുത്തിയ 10ാമത്തെ ടിപ്സ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള വാട്സപ്പ് അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിലൂടെ നമ്മൾ വാട്സപ്പ് അപ്ഡേറ്റുകൾ മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നത്. അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സ് അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.